പോകുന്നത് തൃശൂർ മറ്റത്തൂരിലേക്കാണ്. പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ച് BJPക്കൊപ്പം ചേർന്ന സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കത്തുകയാണ്. BJPക്കൊപ്പം തുടരില്ല എന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് പറഞ്ഞു. BJPയുമായുള്ള കൂട്ടുകെട്ട് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്നും അക്ഷയ് പറഞ്ഞു. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് കൊണ്ട് വർഗീയ ശക്തിയായ BJPയുടെ കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. കൂറുമാറിയവരെ അയോഗ്യരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. പാർട്ടിയിലെ ഈ കൈചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള DCC ജനറൽ സെക്രട്ടറി ശ്രീ TM ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും KPCC നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.